കൊച്ചുമ്മയുടെ ഫോൺ മ്യൂട്ടാണ്. Praise be to the Father, Son, and the Holy Spirit. I hope I'm audible to you all. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹമേ, മർത്തമറിയം സമാജത്തിന്റെ ഭാരവാഹികളെ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. മനോഹരമായ ഒരു ദിവസത്തിന്റെ ഈ ഒരു സമയത്ത് പല സമയങ്ങളിൽ പല ദേശങ്ങളിലായിരിക്കുന്ന നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായി ഒരവസരം ലഭിച്ചതിൽ മുന്നമേ തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമുഖങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ചിന്തയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന വേദഭാഗത്തിലേക്ക് കടക്കട്ടെ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. 1 ശമൂവേൽ 25-ാം അധ്യായം, അതിന്റെ 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ സത്യവേദ പുസ്തകത്തിന്റെ താളുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ അനേകം കഥാപാത്രങ്ങളെ, സ്ത്രീ കഥാപാത്രങ്ങളെയും നമുക്ക് പരിചയപ്പെടുവാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് സുപരിചിതമായ ഒരു കഥാപാത്രമാണ് അബിഗെയിൽ. So in this chapter of Holy Bible, we can see the character of Abigail. The 1 Samuel chapter 25 verses 1 to 35. നാബാൽ എന്ന മാവോന്യനായ വ്യാപാരിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന അബിഗെയിലിന്റെയും ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു വേദഭാഗമാണിത്. പലപ്പോഴും ഇന്നിന്റെ കാലഘട്ടത്തിലെ ജീവിത അനുഭവങ്ങളുമായി നമ്മൾ ഇതിനെ ഒന്ന് ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പരിചിതമായി തോന്നിയേക്കാവുന്ന പല ജീവിത സാഹചര്യങ്ങളും ഈ വേദഭാഗത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒരു സ്ത്രീക്ക് എങ്ങനെ സമാധാനത്തിന്റെ സൃഷ്ടികർത്താവായി തീരാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അബിഗെയിൽ നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത്. She can be considered as the best example of how a woman can act as peace builder. അബിഗെയിലിന്റെ ജീവിത യാത്രയൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് നമുക്ക് നൽകുന്ന അനേകം ജീവിത പാഠങ്ങളുണ്ട്. എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സമാധാനത്തിന്റെ സൃഷ്ടികർത്താക്കളായി തീരാമെന്ന് അബിഗെയിലിന്റെ ജീവിതം നമുക്ക് വരച്ച് കാണിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കും അബിഗെയിലിന്റെ ജീവിതം നമുക്ക് നൽകുന്ന 1-2 ജീവിത പാഠങ്ങളെ കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഈ ഒരു വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. ദാവീദ് അബിഗെയിലിന്റെ ജീവിത പങ്കാളിയായ നാവാബിനോട് ഒരു സഹായം അഭ്യർത്ഥിക്കുകയും ആ സഹായത്തെ അദ്ദേഹം നിരസിക്കുകയും ചെയ്യുമ്പോൾ അതറിയുന്ന അബിഗെയിൽ ഉടനടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അബിഗെയിലിന്റെ ജീവിതം നമുക്ക് നൽകുന്ന ജീവിത പാഠങ്ങളിൽ ഒന്നാമതായിട്ട് ദൈവിക പരിജ്ഞാനത്താലും വിവേകത്താലും ജീവിതത്തെ മുൻപോട്ട് നയിക്കുക. അന്ധകാരമായ ലോകത്തിന്റെ ഭീതിയിൽ പുറകോട്ട് പോകാതിരിക്കുക. Don't let fear hold you back. Move forward in life with God's courage and wisdom. Don't let fear hold you back. Move forward in God's courage and wisdom. എന്താണ് അബിഗെയിൽ കാട്ടിയ വിവേകം? 1 ശമൂവേൽ 25-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. ഉടനെ അബിഗെയിൽ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്ക മുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട്. ഇപ്രകാരമാണ് ആ വാക്യം ആരംഭിക്കുന്നത്. ഉടനെ അബിഗെയിൽ. So instantly she is making a move towards what her husband has done. ഇന്ന് നാം അധിവസിക്കുന്ന ലോകത്തിൽ അനേകം വെല്ലുവിളികളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നേരിടുമ്പോൾ ഇപ്രകാരം വിവേകത്തോടുകൂടി ജീവിതത്തിൽ ചിന്തിച്ചുകൊണ്ട് തീരുമാനങ്ങളെ കൈക്കൊള്ളുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അതോ ഭയപ്പെട്ട് പിറകോട്ട് മാറി സംഭവിക്കുന്നതിനെയൊക്കെ ഏറ്റെടുക്കാൻ നിൽക്കുകയാണോ? മറിച്ച് വിവേകത്തോടുകൂടി ചിന്തിച്ച് തീരുമാനങ്ങളെ ജീവിതത്തിൽ കൈക്കൊള്ളുന്നവരായാണോ നമ്മുടെ ജീവിതം മാറുന്നത്? ഇവിടെ അബിഗെയിൽ ഉടനടി ഉണർന്ന് പ്രവർത്തിച്ചതിനാൽ അവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറിയതായിട്ട് ഈ വേദഭാഗങ്ങൾ നമുക്ക് മുൻപിൽ സാക്ഷീകരിക്കുന്നുണ്ട്.
വിവേകത്തോടുകൂടി പ്രവർത്തിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്ന പ്രവർത്തന മേഖലകളിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുമ്പോൾ, ചില കോൺഫ്ലിക്റ്റുകൾ അറൈസ് ചെയ്യുമ്പോൾ, ചില കൺഫ്യൂഷൻസ് വരുമ്പോൾ, ചില കെയോസ് ഉണ്ടാകുമ്പോൾ, ഹൗ വി ആർ ഡീലിംഗ് വിത്ത് ദീസ് സിറ്റുവേഷൻസ്, അവിടെ ദൈവിക ജ്ഞാനത്തോടുകൂടി വിവേകത്തോടുകൂടി ഉടനടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് അബിഗേൽ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ജീവിത പാഠം എന്ന് പറയുന്നത്. രണ്ടാമതായി അബിഗേലിന്റെ ജീവിതം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മാർഗം അന്വേഷിക്കുക, മറ്റുള്ളവരോട് കരുണയും ദയയും കാണിക്കുക. Be humble and kind. Seek peace with those around you. Be humble and kind. Seek peace with those around you. അബിഗേലിന്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ അവൾ മനസ്സലിവും ദയയും കരുണയും ഉള്ളവളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എവിടെ അലോസരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വാരസ്യങ്ങൾ, കൺഫ്യൂഷൻസ് ഉടലെടുക്കുന്നുവോ അവിടെ അബിഗേലിന് സമാധാനത്തിന്റെ വിത്തുകളെ പാകുവാനായിട്ട് സാധിച്ചു. വീണ്ടും വിശുദ്ധ സത്യവേദ പുസ്തകത്തിന്റെ വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ 1 ശമൂവേൽ 25-ാം അധ്യായം അതിന്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ. വാക്യം ഇപ്രകാരമാണ്: അബിഗേൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി ദാവീദിന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണ് പറഞ്ഞത്, യജമാനനെ, കുറ്റം എന്റെ മേൽ ഇരിക്കട്ടെ. അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയന്റെ വാക്കുകളെ കേൾക്കണമേ. യജമാനനെ, കുറ്റം എന്റെ മേൽ ഇരിക്കട്ടെ. Let everyone blame me. Let me take the blame upon me എന്നാണ് അവിടെ അബിഗേൽ പറയുന്നത്. ദാവീദിന്റെ മുൻപാകെ സാഷ്ടാംഗം വണങ്ങുകയും തന്റെ ഭർത്താവ് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാതെ അത് സ്വന്തം തെറ്റായി കണക്കാക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുമായി, നമ്മൾ ഏർപ്പെടുന്ന മേഖലകളുടെ സാഹചര്യങ്ങളുമായി ഇതിനെ ഒന്ന് തുലനം ചെയ്ത് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും നമ്മൾ എത്രയധികം സമയം മെനക്കെടാറുണ്ട്. എന്നാൽ അവരുടെ കുറ്റങ്ങൾ പോലും സ്വന്തം തെറ്റായി ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രശ്നത്തെ ലഘൂകരിക്കുവാനാണ് ഇവിടെ അബിഗേൽ തന്റെ ജീവിതത്തിലൂടെ ശ്രമിക്കുന്നത്. So she is humble and kind, so she can introduce herself and act as a peace builder in the society. അബിഗേലിനെ പോലെ കരുണയോടും ദയയോടും കൂടി പ്രവർത്തിക്കുവാനും സമാധാനത്തിന്റെ വാഹകരാകുവാനും നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സമാധാനം പുലർത്തുന്ന അമ്മമാരായി തീരുവാൻ നമുക്ക് സാധിക്കണം. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അമ്മയുടെ ഭാവം മക്കളുടെ സ്വഭാവമെന്ന്. അമ്മയുടെ ഭാവം മക്കളുടെ സ്വഭാവം. നമ്മുടെയൊക്കെ ഭാവങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് തലമുറകളുടെ സ്വഭാവങ്ങൾ വരെ രൂപപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തലമുറകൾക്ക് മുൻപിൽ മാതൃകയുള്ള അമ്മമാരായി, സഹോദരങ്ങളായി, ജീവിത പങ്കാളികളായി തീരുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഇന്ന് പലപ്പോഴും മക്കൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പോലും കൂട്ടുനിൽക്കുന്ന അമ്മമാരായി നമ്മുടെ ജീവിതം മാറുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ മാതൃകയുള്ള ജീവിതങ്ങളെ തീർക്കുവാൻ, തെറ്റുകളെ ഏറ്റെടുത്തുകൊണ്ട് യഥാർത്ഥമായ സമാധാനത്തിലേക്ക് വഴിതെളിക്കുന്ന രീതിയിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സമാധാനത്തിന്റെ വിത്തുകളെ പാകുവാൻ, അലോസരങ്ങൾ ഉടലെടുക്കുമ്പോൾ സമാധാനത്തിന്റെ സൃഷ്ടികർത്താക്കളായി തീരുവാൻ അബിഗേലിനെ പോലെ നമ്മുടെ ജീവിതവും ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായി അബിഗേലിന്റെ ജീവിതം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ജീവിത പാഠം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ശക്തമാക്കുക, വിശാലമായ കാഴ്ചപ്പാട് സൂക്ഷിക്കുക. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ശക്തമാക്കുക, വിശാലമായ കാഴ്ചപ്പാട് സൂക്ഷിക്കുക. Our actions and words should be powerful and we should look for the bigger picture of the world and our Lord. അബിഗേൽ ദാവീദിനോട് പറയുന്ന വാക്കുകൾ നിലവിളിയുടേതോ കരച്ചിലിന്റേതോ അല്ല. She doesn't cry in these verses.
മറിച്ച് ശക്തമായ നിലപാടുകളുടേതായിരുന്നു. അവൾക്ക് യഹോവയായ ദൈവത്തെക്കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. വീണ്ടും വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ 1 ശമൂവേൽ 25-ാം അധ്യായത്തിന്റെ 28ഉം 29ഉം വാക്യങ്ങൾ: അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, യഹോവ യജമാനന് സ്ഥിരമായ ഒരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തിൽ ഒരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ കവണയുടെ തടത്തിൽ നിന്നെന്ന പോലെ എറിഞ്ഞു കളയും. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, യഹോവ യജമാനന് സ്ഥിരമായ ഒരു ഭവനം പണിയും. ദൈവത്തെക്കുറിച്ച് കാത്തു പരിപാലിക്കുന്ന സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനുണ്ടാകേണ്ട യഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ശക്തമായ കാഴ്ചപ്പാടിനെ ഇവിടെ അബിഗേൽ ദാവീദിനോടുള്ള വാക്യങ്ങളിൽ കൂടി കാണിച്ചു തരികയാണ്. അബിഗേലിന്റെ ജീവിത അനുഭവങ്ങൾ അവളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുകയല്ല ചെയ്തത്, മറിച്ച് ദൈവത്തെക്കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാട് അവളിൽ സൃഷ്ടിച്ചെടുക്കുവാനാണ് അത് ഉതകിയത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? കാഴ്ചയും കാഴ്ചപ്പാടും വ്യത്യസ്തമാകുന്നത് പോലെ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു നല്ല കാഴ്ചപ്പാടിനെ സൃഷ്ടിക്കാൻ ശക്തമായ ദൈവിക നിലപാടുകളിലൂടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ഇവിടെ ശരിക്കും നമ്മൾ ആ വാക്യങ്ങളെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അബിഗേൽ ദാവീദിനെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സോപ്പിടുക എന്ന് പറയും. നല്ലോണം ഒന്ന് സോപ്പിടുന്നുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ജീവിതത്തിൽ ഇനി എന്താണ് ഇതിൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ളത് എന്നാണ് അബിഗേൽ ചോദിക്കുന്നത്. ദൈവം നിനക്ക് സ്ഥിരമായ ഒരു ഭവനത്തെ വരെ പണിയും എന്നുള്ള രീതിയിൽ അവൾ ദാവീദിനോട് ദൈവത്തെക്കുറിച്ച് ശക്തമായ നിലപാടുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തലമുറകളിലേക്ക് ഇപ്രകാരം ഒരു ദൈവിക കാഴ്ചപ്പാടിനെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള പരാജയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇപ്രകാരമുള്ള നല്ല നല്ല ദൈവിക കാഴ്ചപ്പാടുകളെ തലമുറകളിലേക്ക് പകരുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും ഈ വേദഭാഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് 4ാമത്തെ ജീവിത പാഠം, അബിഗേൽ നൽകുന്ന 4ാമത്തെ ജീവിത പാഠത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന ബോധ്യമുള്ളവരാവുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന ബോധ്യമുള്ളവരാകുക. റിമെമ്പർ, God will fight for you. You are never alone. Remember, God will fight for you. You are never alone. വീണ്ടും 1 ശമൂവേൽ 25-ാം അധ്യായം അതിന്റെ 32ഉം 33ഉം വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദാവീദിന്റെ മറുപടിയാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദ് അബിഗേലിനോട് പറഞ്ഞത്: എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകം സ്തുത്യം. രക്തപാതകവും സ്വന്ത കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. അവിടെ അബിഗേലിന്റെ വായിൽ നിന്ന് വന്ന ദൈവിക കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനം എന്നോണം ദാവീദ് ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവമാണ് നിനക്ക് വേണ്ടി ഇടപെട്ടത്. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തെ ലഘൂകരിച്ചത് യഹോവയായ ദൈവമാണ്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ദാവീദ് തന്റെ വചനങ്ങളിലൂടെ ഇവിടെ പറയുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കാറ്? ആദ്യം നമ്മൾ നമ്മുടെ മണി പവർ ഉപയോഗിച്ച് നോക്കും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കണക്ഷൻസ് ഉപയോഗിക്കും. The higher the connections we have, the more powerful we become. നമ്മൾ ആ കണക്ഷൻസ് ഉപയോഗിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നോക്കും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും ഒക്കെ കൂട്ടുപിടിച്ച് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കും. And there are times when people submit their lives to suicide
and other things like that. അപ്പൊ അങ്ങനെ പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ ഒരു അവസ്ഥയിൽ നമ്മൾ പ്രശ്നങ്ങളെ എപ്രകാരമാണ് ജീവിതത്തിൽ നേരിടുന്നത്? അബിഗെയിലിന്റെ ജീവിതം നമ്മൾക്ക് നൽകുന്ന ജീവിത പാഠം അതാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന ബോധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇയ്യോബിനെ പോലെ ജീവിതത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നും, എൻ്റെ തലമുടിയുടെ ഒരു നാരെങ്കിലും കൊഴിയുന്നുണ്ടെങ്കിൽ അതെൻ്റെ ദൈവം അറിയാതെ അല്ല എന്നുള്ള ഒരു ബോധ്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. സ്വന്തം പാപത്താൽ മരത്തിന്റെ പിന്നിലൊളിച്ചവരെ മരത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ മരത്തടിയിൽ യാഗമായി തീർന്നവനായ ഉത്ഥിതനായ ക്രിസ്തു, ഇന്നും എന്റെയും നിങ്ങളുടെയും മധ്യത്തിൽ ജീവിച്ചിരിക്കുന്നവനായ ക്രിസ്തു നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി ഒന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിലായിരിക്കില്ല നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നെന്നാൽ നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ബോധ്യത്തെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാട് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും ഒക്കെ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുമ്പോൾ അവിടെ നല്ല ദൈവിക കാഴ്ചപ്പാടോടുകൂടി സമാധാനത്തിന്റെ സൃഷ്ടികർത്താക്കളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അബിഗെയിലിന്റെ ജീവിതം നമുക്ക് നൽകുന്ന ജീവിത പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും പ്രാവർത്തികമാക്കുവാൻ ഈ നവയുഗ കാലഘട്ടത്തിൽ സമാധാനത്തിന്റെ സൃഷ്ടികർത്താക്കളായി തീരുവാൻ നമുക്കും സാധിക്കണം. In this modern world, so Chinua Achebe in his writings described the world as things fall apart where center cannot hold. So in this world where things fall apart, let us rebuild our families and reinforce our bonds by acting as peace builders like Abigail has done. Let us rebuild our own families and thereby rebuild the society. നമ്മുടെ ജീവിതങ്ങളെ പുനർജീവിപ്പിച്ച് അവിടെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്നതിലൂടെ സമാധാനത്തിന്റെ സൃഷ്ടികർത്താക്കളായി ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനേകർക്ക് ക്രിസ്തുവിന്റെ മാർഗങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ശക്തമാക്കിക്കൊണ്ട് ദൈവത്തെക്കുറിച്ച് വിശാലമായ ഒരു കാഴ്ചപ്പാടിനെ സൃഷ്ടിച്ചുകൊണ്ട് മക്കൾക്ക് മുൻപിൽ മാതൃകയുള്ള തലമുറകളായി നമ്മുടെ തലമുറകൾ മാറ്റപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളായി തീരട്ടെ. അബിഗെയിലിനെ പോലെ ജീവിതത്തിൽ സമാധാനത്തിന്റെ വിത്തുകൾ വിതയ്ക്കുവാൻ, സമാധാനത്തിന്റെ സൃഷ്ടികർത്താക്കളായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം അല്പസമയമായിരിക്കുവാൻ ഇടയാക്കിയ ആ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ഒരു അവസരം നൽകിയ അഭിവന്യ തിരുമനസിനോടും ഐസക് അച്ഛനോടും അതുപോലെ മർത്തമറിയം സമാജത്തിന്റെ ഭാരവാഹികളോടും പ്രിയപ്പെട്ട സാലി കൊച്ചമ്മയോടും എലിസബത്ത് ആന്റിയോടും ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. അബിഗെയിലിന്റെ ജീവിതയാത്ര പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതയാത്ര അനുഗ്രഹിക്കപ്പെട്ട യാത്രകളായി തീരട്ടെ. ദൈവസന്നിധിയിലേക്കുള്ള അനുഗ്രഹിക്കപ്പെട്ട യാത്രകളായി നമ്മുടെ യാത്രകൾ മാറ്റപ്പെടണമെങ്കിൽ നമ്മളും സമാധാനത്തിന്റെ സൃഷ്ടികർത്താക്കളായി മാറ്റപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അഞ്ജന കൊച്ചമ്മയുടെ ശ്രേഷ്ഠമായൊരു സന്ദേശം നമ്മളൊക്കെ കേട്ടു കഴിഞ്ഞു. താങ്ക്സ് ഗിവിംഗ് സെലിബ്രേഷനിൽ നമ്മളെ ചിന്തിപ്പിക്കുവാനും കൂടുതൽ ഊർജത്തോടു കൂടി പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുമൊക്കെ വലിയവനായ ദൈവം ഭാഗ്യം തരുന്ന ഒരു സന്ദേശമായിട്ടാണ് എനിക്കത് ബോധ്യപ്പെട്ടത്. ഹൗ ടു റീബിൽഡ് our society, or how to rebuild our family life, or how to rebuild our personal life. ഈ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേദപുസ്തകത്തിലെ ഒരു കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ ഭംഗിയായി അവതരിപ്പിച്ചു.
നമ്മുടെയൊക്കെ തലമുറയിൽ ധാരാളം പെൺകുട്ടികൾക്ക് ഈ പേരിടാറുണ്ട്, അബീഗയിൽ. പേരിടുമ്പം നമ്മൾ ആകെ നോക്കുന്നത് ഗൂഗിളിലോട്ട് ചെക്ക് ചെയ്യും, വാട്ട് ഇസ് എ വേർഡ് മീനിങ് ഓഫ് അബീഗയിൽ. ഞാനും ഒന്ന് ചെക്ക് ചെയ്തു. എ ബ്യൂട്ടിഫുൾ ആൻഡ് ഇന്റലിജന്റ്. അല്ല, അത് കേൾക്കുമ്പോൾ തന്നെ തോന്നും മകൾക്ക് പേരിടാൻ പറ്റുന്ന ഏറ്റവും നല്ല പേര് അബീഗയിൽ. ബട്ട് വി ഹാവ് ടു ഫോളോ ഹു ഇസ് ദ റിയൽ അബീഗയിൽ ഇൻ ദ ബൈബിൾ. അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നൊരു പാഠം കൂടി മാമോദീസയോടൊപ്പം ആ പെൺകുഞ്ഞിന് നൽകുമ്പോഴാണ് അത് കൂടുതൽ ജീവിതത്തിന് അർത്ഥവത്തായി തീരുന്ന രീതിയിൽ അത് മാറ്റപ്പെടുന്നത്. പ്രത്യേകിച്ച് ശമൂവേൽ പ്രവാചകന്റെ 2 പുസ്തകങ്ങൾ നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം, അവസാനത്തെ ന്യായാധിപനാണ് ശമൂവേൽ, ആദ്യത്തെ രാജാവാണ് ശൗൽ. അഭിഷിക്തനായ രാജാവായ ആണെങ്കിലും പാലായന ജീവിതം നടത്തിയ ഒരു ദാവീദിനെയും ഈ പുസ്തകം നന്നായിട്ട് നമ്മളെ പഠിപ്പിക്കുക. അതിൽ 25-ാം അധ്യായത്തിൽ എത്തുമ്പോഴാണ് ഒരു കഥാപാത്രത്തെ വ്യക്തമായി നമുക്ക് പഠിക്കുവാനായിട്ട് ലഭിക്കുന്നത്. ഒരു കാലഘട്ടം ഒരു മനുഷ്യനോടൊപ്പം ജീവിച്ചു, എങ്കിലും അതിനുശേഷം അദ്ദേഹം മരിക്കുന്ന കാര്യത്തിൽ പറയുന്നുണ്ട് 39-ാം വാക്യത്തിൽ, നാബാൽ മരിച്ചു. അതിനുശേഷമാണ് ദാവീദിന്റെ സന്നിധിയിലേക്ക് അബീഗയിൽ എത്തപ്പെടുന്നത്. അത് ഒരു നവോത്ഥാനത്തിന് കാരണമായി തീരുന്ന ഒരു രംഗം. അത് 3-4 ചിന്തകളിലൂടെ അബീഗയിൽ ഏതൊക്കെ മേഖലയിൽ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും പരിചയപ്പെടുത്തുവാനും ഇഷ്ടപ്പെടുന്നു. നമ്മുടെയൊക്കെ പ്രയോറിറ്റികളും ഈ അബീഗയിലിന്റെ പ്രയോറിറ്റിയും ഇതിലേത് ശരി ഏത് കുറവാണെന്ന് കാണിക്കാനല്ല, നമ്മളൊന്ന് താരതമ്യ പഠനത്തിനായിട്ട് ഒരു നല്ലൊരു അവസരം കൊച്ചമ്മ നമുക്ക് വേണ്ടി ഒരുക്കി എന്നാണ് ഞാൻ ബോധ്യപ്പെടുന്നത്. ഇത് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യണം. അല്ലാതെ ഇതിപ്പോ കേട്ടു, അഞ്ജന കൊച്ചമ്മ നന്നായിട്ട് പ്രസംഗിച്ചു, നല്ലതായിരുന്നു, അങ്ങനെ താങ്ക്സ് ഗിവിംഗും കഴിഞ്ഞു, അങ്ങനെയല്ല. തുടർ ചർച്ചകൾ ഭവനത്തിലും നമ്മുടെ സുഹൃത്ത് ബന്ധത്തിലും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ എലമെന്റ്സ് കുറച്ചൊക്കെ നിൽക്കുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ ചിലരെ കാണുമ്പോൾ പറയും, അന്ന് അമ്മച്ചി ഉണ്ടാക്കിയിരുന്ന ആ ഒരു ഭക്ഷണം ഇപ്പോഴും എൻ്റെ നാവിൽ ഇങ്ങനെ ഇരിക്കുക. അമ്മച്ചിയെ കാണുമ്പോഴേ അത് ഓർക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മൾ അമ്മച്ചിയെ മറന്നു, ഭക്ഷണവും മറന്നു. അപ്പൊ ഇനിയും നമ്മൾ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത് വീണ്ടും ഓർക്കുന്നേ, നല്ല പ്രസംഗമായിരുന്നു. പക്ഷെ ഇൻ ബിറ്റ്വീൻ വി ആർ ഗെറ്റിംഗ് 6 days or 7 days. So you have to think and think and think again and again the content of the real life of the real personality of Abigail, the character in Bible. It is mentioned in 1 Samuel. ഈ ലെവലിൽ, ഈ ഒരു തലത്തിൽ വേണം നമ്മൾ ഈ കാര്യത്തെ കാണുവാൻ. കൊച്ചമ്മയുടെ ഇന്നത്തെ ശ്രമം ഇംഗ്ലീഷ് അധ്യാപിക മാത്രമല്ല, വേദപുസ്തകവും നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ ദൈവം കരുണ കൊടുത്തിട്ടുണ്ട്, കൃപ കൊടുത്തിട്ടുണ്ടെന്ന കൊച്ചമ്മയിലൂടെ നമ്മൾ പഠിച്ചു. കൊച്ചമ്മയോടുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും ഈ സമയത്ത് പ്രകാശിപ്പിക്കുകയാണ്. സാലി കൊച്ചമ്മ ഈ ക്രമീകരണങ്ങൾ ചെയ്തു തരുന്നതിലുള്ള സന്തോഷവും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. അച്ഛനെയും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളിവിടെ വാക്ക് ചുരുക്കുകയാണ്. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്.